ദില്ലിയിലെ അടുത്ത പ്രമുഖനിലേക്കാണ് നമ്മളിനി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായാണ്. കഫ് സിറപ്പുകളുടെ വിൽപ്പനയിൽ കടുത്ത നിയന്ത്രണത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഡ്രഗ്സ് റൂൾസിലെ ഷെഡ്യൂൾ കെ ലിസ്റ്റിൽ നിന്നും സിറപ്പ് രൂപത്തിലുള്ള മരുന്നുകൾ നീക്കം ചെയ്യും. ഇതിനായി കരട് വിജ്ഞാപനം ഇറക്കി. വൈശാഖ് ആര്യൻ ചേരുന്നു വിവരങ്ങളുമായി. വൈശാഖ്, ആളുകൾ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഓടിപ്പോയി വാങ്ങുന്നതാണ് കഫ് സിറപ്പുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പുതിയ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അബ്ജോദ്, കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഒരു കരട് വിജ്ഞാപനം ഇറക്കിയത്. ഇതിൽ പറയുന്നത് 1945 ഡ്രഗ്സ് റൂൾസ് പ്രകാരം അതിലെ ഷെഡ്യൂൾ കെ ലിസ്റ്റിലെ സീരിയം നമ്പർ 13, അതായത് അതിൽ ഈ സിറപ്പ് എന്നുള്ളത് എന്ന മരുന്ന് രൂപം, അതിന് ഈ വിൽപ്പനയ്ക്കൊന്നും അത്ര കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താത്തത് അത് എല്ലാവരും വ്യാപകമായി അത്രയും ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പാരസെറ്റമോൾ പോലുള്ള ടാബ്ലറ്റുകൾ അടക്കം ഈ ഒരു നിയമത്തിൻ്റെ ഈ ഒരു ഇളവിലൂടെയാണ് ഇത്രയധികം വിൽക്കപ്പെടുന്നത്. പ്രത്യേകമായിട്ടുള്ള കുറിപ്പടികളൊന്നും വേണ്ടതില്ല, എപ്പോൾ ഏത് കൗണ്ടറിലും വിൽക്കാവുന്ന ഒരു സാഹചര്യം. സിറപ്പ് രൂപത്തിലുള്ള ഈ ഒരു മരുന്നുകൾ ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്കറിയാം. മാസങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിലൊക്കെ തന്നെ വിഷാംശമടങ്ങിയ കഫ് സിറപ്പ് കഴിച്ച് 20-ലധികം കുട്ടികളൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം നടത്തിയ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അടക്കം വിലയിരുത്തലിൽ അത്രയധികം ആളുകൾ ഈ കഫ് സിറപ്പുകൾ ഒരു കുറിപ്പടിയും ഇല്ലാതെ രാജ്യത്ത് ഉപയോഗിക്കുന്നു എന്നൊരു കണ്ടെത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് കേന്ദ്രം ഒരുങ്ങുന്നത്. നിലവിൽ കരട് വിജ്ഞാപനത്തിൽ 30 ദിവസം ആളുകൾക്ക് അഭിപ്രായം അറിയിക്കാം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വ്യവസായികളടക്കമുള്ളവർക്ക് അഭിപ്രായം അറിയിക്കാം. അതിനുശേഷമായിരിക്കും കടുത്ത തീരുമാനം ഉണ്ടാവുക. ഈ ഇത്തരത്തിൽ സിറപ്പിനെ ഈ ലിസ്റ്റിൽ നിന്നും, ഷെഡ്യൂൾ കെ ലിസ്റ്റിൽ നിന്നും മാറ്റുകയാണെങ്കിൽ എല്ലായിടത്തും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഇത് കൗണ്ടറുകളിൽ വിൽക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല നിർമ്മാണത്തിലടക്കം വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ വരികയും ചെയ്യും. നമുക്കറിയാം, ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി, തമിഴ്നാട്ടിലെ കമ്പനിയാണ് ഈ മധ്യപ്രദേശിലെ ദുരന്തത്തിന് കാരണമായിട്ടുള്ള കഫ് സിറപ്പ് നിർമ്മിച്ചിരുന്നത്. ആ കമ്പനി എന്ന് പറയുന്നത് ഒരു തകര ഷെഡിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്നൊക്കെ പിന്നീട് വാർത്തകൾ വന്നിരുന്നു. ഇതൊക്കെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ തീരുമാനം എന്ന് വിലയിരുത്തേണ്ടി വരും. ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ഗ്ലോബൽ ഹെൽത്ത് അലേർട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കഫ് സിറപ്പുകൾക്കടക്കം നേരത്തെ പരാമർശിച്ച ഈ ഒരു സംഭവത്തിന് ശേഷം ഇറക്കിയിരുന്നു. ഏതായാലും കേന്ദ്രം ഇതിൽ കഫ് സിറപ്പുകളുടെ കാര്യത്തിൽ ആ നിലയിൽ ആളുകളും ജാഗ്രത പാലിക്കട്ടെ. വൈശാഖിന്റെ 2026 കൂടി ചോദിക്കാതെ ഇന്നത്തെ നമസ്തേ കേരളം പൂർത്തിയാവില്ല. ഇനി കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ദില്ലിയിലും അതിൻ്റെ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അതൊക്കെ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ല തിരക്കുള്ളൊരു വർഷം തന്നെ ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അബ്ജോദ്, ഹാപ്പി. ശരി, വൈശാഖാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ പ്രേക്ഷകരൊക്കെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ റിപ്പോർട്ടർമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ ഈ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്, റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത 2026 പ്രതീക്ഷകളെ കുറിച്ചാണ്. എന്നോടെങ്ങാനും ചോദിച്ചാൽ ഞാൻ പറയും നല്ല ഭക്ഷണം കഴിക്കണം, ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് സിനിമ കാണണം, ഒരുപാട് പുസ്തകം വായിക്കണം എന്നൊക്കെ ആയിരിക്കും. ഈ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കില്ല അടുത്ത വർഷത്തിലേക്ക് നമ്മൾ മിക്കവാറും നോക്കുക.